ഹലോ. അപ്പം നമ്മൾ കൊടൈക്കനാലിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു തിക്കും തിരക്കും ബഹളമൊക്കെയാണ് ഈ കാണുന്നത്. രാവിലെ എനിക്ക് ഭയങ്കര മടി സ്വതവേ ഉണ്ട്. പിന്നെ അവിടെ ഉടുക്കത്തെ തണുപ്പ് അതിൽ നിന്ന് ഇങ്ങനെ എനിക്ക് വരിക. ഇത് അവിടെ നിന്ന് വന്നൊന്ന് ഫ്രഷായി ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റ്, അതായത് നമുക്ക് റൂമിൻ്റെ കൂടെ ആഡാണല്ലോ രാവിലത്തെ ഫുഡ്. അപ്പോൾ അത് ഇവിടുന്ന് കഴിച്ചു. ഇഡലിയൊക്കെ ആയിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞാൽ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായി എല്ലാവരും ഇനി അടുത്ത ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ലൊക്കേഷനിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് അവിടെ ഞാൻ കണ്ടത് അടുത്ത് കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ അവിടെ കണ്ട ഒരു സ്ഥലമാണ് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ആ പേരിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ കൊടൈക്കനാലിൻ്റെ ഭൂപടം തയ്യാറാക്കിയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് കോക്കറുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക വ്യൂ ആണത്. നമുക്കിങ്ങനെ ഈ ഒരു നടുവിൽ കൂടെ ഇങ്ങനെ ഒരു പാത പോലെ കണ്ടോ, ഇങ്ങനെ നടക്കാനുള്ളൊരു വഴി. ആ വഴി കൂടെ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നോക്കുമ്പം ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കണ്ടോ. പിന്നെ ചെറുതായിട്ട് കൊടൈക്കനാലിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റാവുന്ന പോലത്തെ ഒരു ഏരിയ, ഇവിടെ പഴയ അതിൻ്റെ താഴ്വാരം കാണാനൊക്കെ പറ്റുന്ന പോലെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ അതുപോലെ നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് വല്ല ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. പിന്നെ അതുപോലെ നല്ല തണുപ്പ്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും തണുപ്പായിരിക്കും. പിന്നെ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കാൻ ഈ തണുപ്പ് കാരണം പറ്റിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് എൻ്റെ എത്തുമ്പം അതിൽ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങാം, റിട്ടേൺ വരണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇതൊന്ന് കാണാമെന്ന് കരുതി. പിന്നെയെന്ന് പറഞ്ഞാൽ ഉച്ചത്തെ ഫുഡ് 12:30 കിട്ടുക. ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം നേരം വൈകി ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകാൻ. ഇനിയിപ്പോൾ ദൂരെ എവിടെയെങ്കിലും പോയാൽ ഭക്ഷണം കഴിക്കേണ്ട നേരത്തിന് ഇങ്ങോട്ട് എത്താനും പറ്റില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്നു, നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതുവരെ ഇവിടെ ചെറിയ ചെറിയ വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. 1872 അമ്മേ, നല്ല പഴക്കണ്ടല്ലേ. കോക്കേഴ്സ് വാക്ക് എഴുതിയിട്ടുണ്ട് ഇവിടെ 1872. ഞങ്ങൾ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അതിരാവിലെ വരികയാണെങ്കിൽ ഭയങ്കര ഒരു ക്ലൈമറ്റും ആയിരിക്കും, കാണാൻ ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വേറെ എവിടെയും പോയിപ്പോൾ കണ്ടിട്ടില്ല. പപ്പടം പോലെയാ ഇത്, തിന്നുമ്പോൾ പപ്പടം പോലെ തിന്നാത്രേ. ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ആളുകളൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ സ്വതവേ ഈ വക സംഭവങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ച് കഴിക്കലില്ല. കാരണം നമ്മൾ വേറൊരു പ്ലേസിലാണ്. അപ്പോൾ ഇനി ഫുഡിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാൽ പിന്നെ നമ്മുടെ ടൂറിൻ്റെ എല്ലാ പരിപാടിയും കൊളായിപ്പോവും. അപ്പോൾ അതൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. പിന്നെ അവിടുന്ന് ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ സീനറികളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ആ വഴി കൂടെ നേരെ വരണത് പുറത്തേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അധികം നേരമൊന്നും നിന്നില്ല, കുറേ സ്ഥലം കവർ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഓടിയത്. കാരണം ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മളിനി നേരെ പോണത് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളികളിലൊരു പള്ളിയാണ് ലാ സാലത്ത് ചർച്ച്. അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിനി അങ്ങോട്ടാണ് പോണത്. ആ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കന്യാമറിയത്തിൻ്റെ മാതാവ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കൊടൈക്കനാലിൽ തന്നെ ഒരു പ്രധാന കത്തോലിക്ക ദേവാലയമാണ്. 1846 ഫ്രഞ്ച് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പള്ളി. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ളൊരു, നമുക്ക് ഒരു എന്തെന്നോ പറയുക അതിനെന്ന് അറിയില്ല കേട്ടോ. പ്രത്യേകമായിട്ട് നമുക്ക് കുറേ നേരം റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ചർച്ചയല്ല പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് കാണുമ്പോൾ ഒരു കുഞ്ഞിയൊരു ഇതാണെങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര ഫ്രീ ആയി പോകും. ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായുള്ളൂ എന്നുണ്ടെങ്കിലും മാക്സിമം ആ ഭാഗത്തൂടെയൊക്കെ നടന്നു. പിന്നെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു കൊക്ക പോലെയൊക്കെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഈ പള്ളിയുടെ.
അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് നിന്നു. അതുപോലെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും. ഈ ഇറങ്ങി അവിടെ ചെന്ന് നിൽക്കുമ്പം നമുക്ക് എന്താ ഭയങ്കര പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള വലിയൊരു കാട് പോലെയോ, പിന്നെ ഇങ്ങനെ കുറേ കോടയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കാനായിട്ട് തന്നെ ഒരു രസമുണ്ട്. അങ്ങനെയാണ് ഈ ചർച്ചിൽ എത്തിപ്പെട്ടെങ്കിലും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് വർഷത്തെ പഴക്കമൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പള്ളി അന്വേഷിച്ച് നടന്നിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം കണ്ടുപിടിക്കുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്നവർ ഈ ഒരു ലൊക്കേഷനും കൂടെ ഒന്ന് കവർ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തിയിട്ടോ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് അവിടെ എത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് അതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ്. എനിക്ക് കൊടൈക്കനാലിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതും ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത പോലെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് ഇനി അടുത്തത് പോകുന്നത്. അത് ഈ വീഡിയോയിലില്ല. ആ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക്. അപ്പോൾ കൊടൈക്കനാലിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ വല്ല പ്ലേസൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അപ്പുറമായി. അപ്പോൾ ആ വീഡിയോ നാളെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടിരുന്ന് കണ്ടോളൂ, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.